ലൈഫിൽ പലതരത്തിലുള്ള മോട്ടിവേഷണൽ സ്പീച്ചസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിട്ട് നന്നായ ആൾക്കാരെ എണ്ണെടുക്കാൻ പോലെ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. പലരും മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്ന ആ ടൈമിൽ കുറച്ച് നേരം നല്ല വൈബ്രൻ്റ് ആയിട്ട് യെസ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരെ എനർജി ഫുള്ള് പോവും. ആ കേട്ടതും പറഞ്ഞതും ഒന്നും അവരെ മൈൻഡിലുണ്ടാവില്ല. ബാക്ക് ടു നെഗറ്റീവ് ലൈഫ്. എൻ്റെ ലൈഫ് ദുരന്തമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമുക്ക് മുന്നിൽ കുറേ അധികം ആൾക്കാരുള്ളത്. എത്ര സക്സസ് ഉണ്ടെങ്കിലും നമ്മുടെ ഫെയിലിയറിൻ്റെ കണക്കാണ് നമ്മൾ എടുക്കുക. നമുക്ക് എത്ര നേട്ടങ്ങളുണ്ടെങ്കിലും നമുക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മുടെ സങ്കടം. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ഒന്നും സാധിക്കില്ല. ഈവൻ ഒരു ലോട്ടറി അടിച്ചാൽ മേ ബി, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു മലയും മറിച്ചിടാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല എന്ന് പറയാനും സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കമ്പയർ യുവർ പ്രീവിയസ് ഡേ. ഇന്നലെ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിൻ്റെ ഒരു കണക്കെടുക്കുക. എന്നിട്ട് നാളെ അത് നിങ്ങൾ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആ മിസ്റ്റേക്ക് ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ സക്സസിൻ്റെ ഒരു പടി മുന്നോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞു. സക്സസ്സിലേക്കുള്ള അടുത്ത ടിപ്പാണ് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു. നമുക്കെല്ലാവർക്കുള്ള ഫീലിംഗ് ആണ് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും എന്നൊരു ചിന്ത. അതങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം നമുക്ക് എന്തായാലും ആ ചിന്തേനെ കൊണ്ടുള്ള ഫിയറും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം റിക്കവർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ സക്സസ് ആവും. അതാണ് നിങ്ങളുടെ സക്സസ്സിൻ്റെ ഒരു ബെഞ്ച് മാർക്ക്.